നമുക്കൊരു ഹോം ടൂർ കണ്ടാലോ ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് നോക്കിയേ. എന്താന്നറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സ്ഥലം. ഭയങ്കര വലിയ ഏരിയയാണ് കേട്ടാ. ഇതൊരു ഹോട്ടൽ അല്ലെ? എനിക്ക് ആ ഒരു ഇതാണ് സെറ്റപ്പ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ നല്ലൊരു മിറർ ഉണ്ട്, ഭയങ്കര ഹൈലൈറ്റ് ആണിത്. പിന്നെ ദാ ഇവിടെ രണ്ടൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നല്ല രസമുണ്ട്. അപ്പൊ ഇതാണ് ലിവിങ് ഏരിയ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടപ്പോ തോന്നിയതൊരു. പിന്നെ ഇവിടെയാണ് കേട്ടോ വീടിന്റെ ഓണറെ ഒന്ന് കാണണ്ടേ, വീടിന്റെ ഓണറെ ഒന്ന് കാണിക്കണ്ടേ. കിച്ചാപ്പൂന്റെ റൂമാണ് കേട്ടാ. അപ്പൊ ഇവിടെ എന്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഹലോ, ഞങ്ങൾ ഒരു ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടാ. പൂവാറ്റുഴ റൂട്ടൊന്നും അറിയില്ല, മാപ്പൊക്കെ നോക്കിയാണ് പോണത്. അപ്പൊ ദേ എല്ലാരും ഉണ്ട് കേട്ടാ. എല്ലാരും രാവിലെയൊക്കെ പോയി, ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ദേ ഇതാണ് ഞാൻ പുതിയതായിട്ട് തയ്ച്ച ഡ്രസ്സാണ് കേട്ടാ. നിങ്ങളെ തയ്ച്ചിട്ടാ. ഇനിയുണ്ട് ഇഷ്ടായ? ലച്ചു ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എല്ലാരും ലച്ചൊക്കെ ഭയങ്കര ഉറക്കപ്പിച്ചിലാണ് ഇരിക്കണത്. ഇപ്പൊ സമയം വന്നിട്ട് 7:30 ആയിട്ടുണ്ടാവും കേട്ടാ. നമ്മള് സ്റ്റാർട്ട് പിന്നെ ഡീസലൊക്കെ അടിച്ച് ചെയ്തിട്ട് എന്താ ഇവിടെ റൂട്ടിന്റെ എങ്ങനെ പോകുന്നൊക്കെയുള്ള ആലോചനയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാണ്. കണ്ടില്ലേ? അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് അവിടെ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താ ഹോം ടൂർ ഒക്കെ ഒന്ന് വെറുതെ ചെയ്യാം. സൈദു എന്റെ ആന്റിയുടെ മോളുടെ വീട് ഒരു താമസം ഉണ്ടാ. അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ എത്തിയിട്ട് ഇവിടെ ഞങ്ങളെത്തി. അപ്പൊ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോണുള്ളൂ, പാല് വെച്ചാൻ വേണ്ടി പോണു. ഞങ്ങള് റൈറ്റ് ടൈമിൽ തന്നെയാണ് ഇവിടെ എത്തിയത്. അതെ, ഇതാണ് എന്റെ ചുരിദാർ. ഒരു സിമ്പിൾ ആണ് കേട്ടോ ഫുള്ള്. ഇപ്പൊ പറ്റണുണ്ടാ? മതിയാ? കാണുന്നുണ്ടാ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇനി വീടൊന്നും കയറി കണ്ടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ പൂജകളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മളിങ്ങനെ കയറി ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് കയറൂല്ലേ, വിളക്കൊക്കെ ഇട്ട്, എന്നിട്ടാണ് പാല് കാച്ചാൻ വേണ്ടി പോണത്. ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി ഇറങ്ങിയപ്പോ വിചാരിച്ച് ഇനി നമുക്കത് പാല് കാച്ചിട്ട് കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മള് കറക്റ്റ് സമയത്ത് തന്നെ ഉണ്ടാ വന്നേക്കണം. അപ്പൊ വീടൊക്കെ ഒന്ന് കാണണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കയറാനായിട്ട്. അച്ഛൻ തിരുമേനിയും കൂടി വരണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല വീട്ടിലേക്ക്. കാരണം എല്ലാം കഴിയട്ടെ എന്നാണ് വിചാരിച്ചേക്കണത്. അപ്പം ഭയങ്കര ഇത് വേറൊരു വീട് പോലെ ഒന്നും, ഒരു ഔട്ട് ഹൗസ് പോലെ. ഇഷ്ടം പോലെ എന്താ പറയാ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. എത്ര കാറ് വന്നാലും നമുക്ക് ഇടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ടില് വലിയൊരു കാട് പോലെ കിടക്കണുണ്ട്. നല്ല രസമുണ്ട് കാര്യം. ഒരുപാട് മുറ്റമുണ്ട് അല്ലേ? ഒരുപാട് മുറ്റമുണ്ട്, നല്ല രസമുണ്ട്. വീടിന്റെ ഓണറെ ഒന്ന് കാണണ്ടേ, വീടിന്റെ ഓണറെ ഒന്ന് കാണിക്കണ്ടേ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. നമുക്ക് ഞാനൊന്ന് ഫുള്ളൊന്നും കാണിക്കാന്ന് വിചാരിച്ചു. ഇനി ഉള്ളില് പൊട്ടിച്ചെടുക്കല്ലേ, നമ്മൾ ഉള്ളിൽ ഇതുവരെ കേറിയിട്ടില്ല. അപ്പൊ അതും കൂടെ കേറും. കാരണം ഞാൻ നേരത്തെ വീണ്ടും പറയണ തിരുമേനി വരാനുണ്ട്. എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കണേ. ഇതാണ് ഓവറോൾ ലുക്ക് വന്നിട്ട്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടാ. നമ്മുടെ ചടങ്ങുകളൊക്കെ ഇങ്ങനെയാണ്. ഹരേ കൃഷ്ണ. ഫ്രണ്ട് വ്യൂ നോക്കിയേ, ഭയങ്കര വിശാലമായിട്ടുള്ള മുറ്റാണ് കേട്ടോ. നമുക്ക് എത്ര കാറ് വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ സിറ്റ് ഔട്ട്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഇരിക്കാനും എത്ര ആളുകൾ വന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ലിവിങ് ഏരിയ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടപ്പോ തോന്നിയത് ഒരു ഹോട്ടലിലേക്ക് ഒരു ലോബിയിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതിന്റെ ഇന്റീരിയർ ഭയങ്കര അടിപൊളിയാണ്. ഫാനും അതെ കേട്ടോ, ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഇരിക്കാനുള്ള സെറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. പിന്നെ ഇവിടെയാണ് കേട്ടോ TV യൂണിറ്റും
കാര്യങ്ങളൊക്കെ വെച്ചേക്കണത്. അപ്പൊ ദേ ഇവിടെ സെറ്റ് ഉണ്ട്, TV യൂണിറ്റ് അവിടെയാണ് കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ആണ്, കുറെ പേർക്കൊക്കെ ഇരുന്ന് നമുക്കിരുന്ന് TV ഒക്കെ കാണാം. പിന്നെ ഈ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നെയാണ് 5 ബെഡ്റൂമും വന്നിട്ട്. ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഞാനിപ്പോ കയറാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഭയങ്കര സട്ടിലായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു വാൾപേപ്പർ നല്ല രസമുണ്ട് ഈ വോള് കാണാനായിട്ട്. എനിക്ക് അതും ഭയങ്കരമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത് കയറി വന്നപ്പോൾ തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും ഈ റൂമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ള കബേർഡാണ് കേട്ടോ. അതും ഭയങ്കര, എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര മാച്ചിങ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇഷ്ടം പോലെ വെക്കാം. ഇവിടെ ഉണ്ട് ഇവിടേക്ക് എന്തോരം വെക്കാന്നറിയോ, ഇഷ്ടം പോലെ വെക്കാം. പിന്നെ അതാ കുട്ടികൾക്കാണെങ്കിലും പഠിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കാം. 2 കുട്ടികളുണ്ടെങ്കിൽ ഇതാ ഒരാൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം, ഒരാൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാം. വീട് മൊത്തമല്ല, ഹാള്, ലിവിങ് റൂം ഇങ്ങനെ ഇട്ടിരിക്കണം. ആ TV ഒക്കെ വെച്ചിട്ടുള്ള സ്പേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നതും. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വീട്ടിൽ കുറെ. പിന്നെ ഇവിടുത്തെ ഇതിനെന്താ പറയാ, കേർട്ടൻ അല്ലല്ലോ, വേറെ എന്തോ ഒരു പേരല്ലേ, ബ്ലൈൻഡ്സ് ആണോ ഇത്? കേർട്ടൻ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അപ്പൊ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞത് മാസ്റ്റർ ബെഡ്റൂം ആണ്, ഭയങ്കര വലുതാണ് കേട്ടോ. പിന്നെ ഇവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നമുക്കിങ്ങനെ ചാർജർ, ഫോണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഈ സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട്. അപ്പുറം ഇപ്പുറം ഉണ്ട് കേട്ടോ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കാരണം ഇവര് താമസിക്കാൻ തുടങ്ങണുള്ളൂ. ഇന്നല്ലേ ഇപ്പൊ ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ. ഹൗസ് വാമിങ് ഇന്നലെ. ഇതൊക്കെ ഫോൾസ് സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ. പിന്നെ ഇതേ മിറർ നോക്കിയേ, നല്ല സമയം എടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആവാം. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് എനിക്കിഷ്ടം. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് കുറച്ച് ചെറിയ ബെഡ്റൂമാണ്. പിന്നെ ഫർണിച്ചറും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ ഉള്ളത് ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു ഏരിയ ഉണ്ട്, കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള. കുറെ സ്റ്റോറേജ് ചെയ്യാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഒരു വുഡിന്റെ ആണ് കേട്ടോ. പിന്നെ ഒരു ടോയ്ലറ്റ് അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആണ്. പിന്നെ ഈ റൂമിൽ 2 ചെറിയ വിൻഡോ ഉണ്ട് കേട്ടോ, ചെറുതാണ്. ഇതൊരു ചെറിയ റൂം. എനിക്കാണ് ഗസ്റ്റിന്. ഇവിടെ 3 കുട്ടികളുണ്ട് ഈ വീട്ടില്. ഇതാണ് കേട്ടോ 3rd ബെഡ്റൂം വന്നിട്ട്. ഇത് അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇതും എന്താ പറയാ, സെയിം കളർ തന്നെയാണ്. എല്ലാ റൂമിലും സെയിം കളറാണ്. പിന്നെ ഇവിടെ ഒരു ലോങ് കബേർഡ് ഉണ്ട്. കുറേ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ലോങ് കബേർഡ് ഉണ്ട്. പിന്നെ ഒരു വലിയ ബെഡ്. പിന്നെ ഒരു ബേ വിൻഡോ ഉണ്ട്. ഇവിടെ AC ഇട്ടേക്കണ കാരണം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണിച്ചാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്, ചെയർ ഉണ്ട്. പിന്നെ അവിടെ 2 സൈഡ് ടേബിള് 2 സൈഡിലും ഉണ്ട്. ഇത് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഷോപ്പ് പീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിരിക്കും. എനിക്കറിയില്ല. കുഞ്ഞാറ്റയുടെ റൂമാണ്. നമുക്ക് കുഞ്ഞാറ്റനെ മീറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റ, സോറി കിച്ചാപ്പുവിന്റെ റൂമാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? അവിടെ കുഞ്ഞു കാറ് അങ്ങനത്തെയൊക്കെ വെക്കാൻ അടിപൊളി റൂമാണ്. ഇതാണ് പിന്നെ ഒരു മേക്കപ്പ് ചെയ്യാനുള്ള കിച്ചാപ്പൂന്റെ മേക്കപ്പ് ഏരിയ കേട്ടോ ഇത്. പിന്നെ ഇവിടെ കബോർഡ് വരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റ് സെയിം എല്ലായിടത്തും ഒരേപോലെ തന്നെ, വലിയ മാറ്റില്ല. എല്ലായിടത്തും ഒരേപോലെ തന്നെ. അപ്പൊ നമുക്ക് ഈ റൂമിന്റെ ഓണറേയും കിട്ടിയതുകൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചറിയാൻ പറ്റി.
ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. കൺജസ്റ്റഡ് ആണെന്നേ തോന്നൂല. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ കാണാം, TV യൂണിറ്റ് ഏരിയ കാണാം, പിന്നെ ലിവിങ് ഏരിയ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതേ 2 ബെഡ്റൂം എല്ലാം ഇവിടെ വിസിബിൾ ആണ്. ഇത് ഇവിടെ നമ്മുടെ ബാക്കിലുണ്ട് ഒരു ബെഡ്റൂം. പിന്നെ എന്തിനു പറയാ, നമുക്ക് കിച്ചൺ കാണാം. നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നൂല, കൺജസ്റ്റഡ് ആയിട്ട് തോന്നൂല. ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. കാരണം ഒരു ഫ്ലോറിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത്, 5 ബെഡ്റൂമും എല്ലാ കാര്യങ്ങളും. എന്നിട്ട് പോലും ഭയങ്കര സ്പേഷ്യസ് ആണ്. ഈ വീട് എന്ന് പറയുന്നത് 4000 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വന്നിട്ട്. ഡൈനിങ് ഏരിയ നോക്കി, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതാണ് നമ്മുടെ 4th ബെഡ്റൂം. ഇവിടെയും ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. സെയിം എല്ലായിടത്തും ചെയ്യണമല്ലോ. ഇവിടുത്തെ ഒരു വാൾപേപ്പർ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലായിടത്തും ഒരു വോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ കബേർഡും അത് ഇങ്ങനെ ഒരു ലോങ് കബേർഡ് വന്നിട്ടുണ്ട്. പിന്നെ അത് ഇതുപോലെ ചെറിയ എല്ലായിടത്തും ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. സ്റ്റഡി ഏരിയ, നമുക്ക് വർക്ക് ചെയ്യാൻ. കാരണം ഇവിടെ 3 കുട്ടികളുണ്ടല്ലോ. അപ്പൊ ഇവിടെ വന്നാലും പഠിക്കണം, അപ്പൊ ഇത് പഠിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നാ തോന്നുന്നത്. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കുറെ സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് വ്യൂ കാണിച്ചില്ലേ, നമുക്ക് ബാക്കും കാണിച്ചു തരാം. 2 വിൻഡോ വന്നിട്ടുണ്ട്. ഇതുപോലെ 2 ചെയർ, എല്ലാ റൂമിലും ഇതുപോലെ 2 ചെയറും ഇതും എന്തായാലും ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു ടീപ്പോയി വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഇവിടെ ഉണ്ട് ഒരു ഒരുങ്ങാനും നമുക്ക് ഇങ്ങനെ മിററും കാര്യങ്ങളും. അതിപ്പോ എല്ലാ റൂമിലും ഉണ്ട്. ഇവിടെ അതെ നല്ല മിററാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ മേക്കപ്പിന്റെ പല സാധനങ്ങളും വെച്ച് എല്ലാം ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, സെയിം തന്നെ. ബാത്റൂം എല്ലായിടത്തും അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. അതിനൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. ഒരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഭയങ്കര ലാവിഷായിട്ട് നിന്ന് പണിയെടുക്കുക. നല്ല എന്താ പറയാ, സിങ്ക് വന്നിട്ടുണ്ട്, 2 പൈപ്പൊക്കെ ഭയങ്കര രസം കാണാനായിട്ട്. പിന്നെ 2 കുഞ്ഞ് വിൻഡോ വന്നിട്ടുണ്ട് കിച്ചണിൽ തന്നെ. അതേ നമ്മള് ഇവിടെ പാല് കാച്ചി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചോറ് ഇടണമല്ലോ, അങ്ങനെയല്ല എല്ലാം ചെയ്യാം. അപ്പൊ ചോറ് തിളച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. ഇതേ താഴത്തും മുകളിലൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാം സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. കണ്ടില്ലേ, എല്ലാവർക്കും അതാണല്ലോ മെയിൻ പ്രശ്നം. നമുക്കെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം വേണം. ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വരണല്ലേ ഉള്ളൂ. പിന്നെ ഇതെന്താ, ഇതൊരു കബേർഡ് അല്ലേ? അതിനാണോ ഓവൻ കാര്യങ്ങൾ അല്ലേ? കൊറേ ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവരും പുതിയ വീട് വെക്കണ ഒരു സ്റ്റോറേജ് ആണ്. ഇതാണ് ഫ്രിഡ്ജ് അല്ലേ? ഒന്നുമില്ലേ ഇതിനകത്തൊന്നുമില്ല. പക്ഷെ ഇത് നിറയും കുറെ കഴിയുമ്പോഴത്തേക്ക്. കുറച്ച് മാങ്ങയുണ്ട് ഒരു കവർ. ഇതാണ് ഫ്രിഡ്ജ് വന്നിട്ട്. എല്ലാം നല്ല ഫ്രിഡ്ജൊക്കെ നല്ല മാച്ചിങ് ആയിട്ടുണ്ട്. ഇനി 2ാമത്തെ കിച്ചൺ കാണാം. ഇതാണ് നമ്മുടെ 2ാമത്തെ കിച്ചൺ. ഇതെന്താണോ ആണല്ലേ? ഇതാണ് ചിലപ്പോ നോൺ വെജും വെജും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, എനിക്ക് അറിയില്ല. ഇവിടെ അതുപോലെ തന്നെ സെയിം കബോർഡ് വന്നിട്ടുണ്ട്, സെയിം തന്നെ. പിന്നെ 2 കുഞ്ഞ് വിൻഡോ. ഇവിടെ ഉണ്ട് ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട്, സിങ്ക് ഉണ്ട്, പിന്നെ ഡിഷ് വാഷർ ഉണ്ട്. അതിനൊക്കെ നമുക്ക് സ്ഥലം പോണില്ല എല്ലാത്തിനും. പിന്നെ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. അതാണ് വലിയ കാര്യം. പിന്നെ അടുക്കള ചെറുതാവുമ്പോൾ നമുക്ക് ചൂടൊക്കെ ഭയങ്കര ചൂടായിരിക്കും. എനിക്കിപ്പോ അങ്ങനെ അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. സമയം ഇപ്പൊ ഞാൻ പറയാം ഒരു 10:30 ആയിട്ടുണ്ടാവും. കാരണം കുഞ്ഞ് കിച്ചൺ ആവുമ്പോൾ നമുക്ക് ആ ചൂട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് നോട്ടീസ് ചെയ്തത് കിച്ചണിന്റെ ഡോറാണ് കേട്ടോ. ഭയങ്കര ആണല്ലേ. ഇത് ലോക്കിംഗ് സിസ്റ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കട്ടിയാണ് ഈ വാതില്, ഭയങ്കര ഇഷ്ടമായി. ഈ ഇപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ അടുക്കള കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴുള്ള സ്പേസ് ആണ് കേട്ടോ. അങ്ങനെ വർക്ക് ഏരിയ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് വന്നേക്കണത്. ഫുള്ള് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ബേബി മെറ്റലാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിൽ വരെ ഇട്ടേക്കണം. ഇനിയും കുറെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഇവിടെ എന്തിനാ ഫ്രിഡ്ജ് വെക്കാനായിരിക്കും ആ ഒരു സ്പേസും. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജൊക്കെ വെക്കാം. ഡൈനിങ് ടേബിള് ഒരു 9 പേർക്ക് ഇരിക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഡൈനിങ് വന്നിട്ട്. നല്ല നല്ല ചെയർ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അതാണ് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം. നല്ല കംഫർട്ടായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ ഇതിന്റെ പുറകിൽ തന്നെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു കബോർഡ് വന്നിട്ടുണ്ട്. അത് നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ. താഴെ ഡ്രോ ഉണ്ട്, വലിക്കാൻ പറ്റണില്ല. നല്ല ബലൂൺ എല്ലാത്തിനും ഭയങ്കര ശക്തി എടുക്കണം. അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഡൈനിങ്ങിന്റെ ബാക്കിലുള്ളത്.
പിന്നെ ഇവിടെ 2 ലൈറ്റ് വരുന്നുണ്ട്, അത് കാണിച്ചാ നല്ലൊരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട്, ഇവിടെ ഒരു TV ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് അല്ലെ, കുട്ടികളുടെ ട്രോഫി വെക്കാനുള്ള സ്പേസ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞായിരുന്നു ലൈബ്രറി. ഇതാണ് ലൈബ്രറി ഏരിയ. ഇവിടെ കുറെ സ്റ്റോറേജ് കപ്പാസിറ്റി, ബുക്കൊക്കെ വെക്കാനും. അപ്പൊ ഇവിടെ ടേബിള്, ചേച്ചി പറഞ്ഞ ഇവിടെ ടേബിളൊക്കെ ഇട്ട് എഴുതാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവില്ല. കാരണം പിന്നെ കുറെ ഷെൽഫ് ഉണ്ട്, ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. മുകളിലേക്ക് ഒന്നുമില്ല കേട്ടോ. മുകളിലേക്ക് നമ്മളിനി ഇറങ്ങുന്നത് ടെറസിലേക്കാണ്. ഇതൊരു സിംഗിൾ സ്റ്റോറി വീടാണല്ലോ. പിന്നെ അത് ഇവിടെ ഹാൻഡിലൊക്കെ വെക്കാനുണ്ട്. ഇതാണ് കേട്ടോ TV ഏരിയ. നമുക്കിവിടെ ഇരുന്ന് TV ഒക്കെ കാണാം. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ലിവിങ് ഏരിയയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. അറ്റം വരെ കാണാം നമ്മുടെ മുറ്റത്തിന്റെ. ഇവിടെ ഇരുന്നാൽ ഭയങ്കര എയർ സർക്കുലേഷൻ ആണ് കേട്ടോ ഇവിടെ. പിന്നെ നേരെ തന്നെയാണ് നമ്മള് പൂജാ റൂമാണെന്ന് പറയാൻ പറ്റില്ല, ദൈവങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്, കൃഷ്ണനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെയൊക്കെ കുറെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടാവും. നമ്മള് അത് കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് വരാം. ഇവിടെ ഉണ്ട് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറെ സാധനങ്ങളൊക്കെ വെക്കാം. ഇതൊരു ഹോട്ടൽ അല്ലെ, എനിക്ക് ആ ഒരു ഇതാണ് സെറ്റപ്പ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ നല്ലൊരു മിറർ ഉണ്ട്, ഭയങ്കര ഹൈലൈറ്റ് ആണിത്. പിന്നെ ഇവിടെ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നല്ല രസമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ വോൾട്ടൈലൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ലൈറ്റും കളേഴ്സും ഒക്കെ അടിപൊളി. കബോർഡിന്റെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു സട്ടിൽ കളേഴ്സ് ആണ് കേട്ടോ. ഇതും അതെ, മിററും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലുതാണ് കേട്ടോ ഇവിടുത്തെ ടോയ്ലറ്റ്. അപ്പൊ നമുക്കിനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാട്ടോ. വെൽക്കം ടു മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ സ്ഥലമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര എയർ സർക്കുലേഷൻ ആണ് കേട്ടോ. ഒരു കൺജസ്റ്റഡ് അങ്ങനെ തോന്നൂല. ഓളൊന്ന് ശ്രദ്ധിച്ചേ, ബീഡിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ പേളിമാണിയുടെ ഒക്കെ വീട്ടിലെ ബെഡ്റൂം ഒക്കെ കാണൂലേ, എനിക്ക് അതുപോലെയൊക്കെയാണ് കേട്ടോ തോന്നുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ലൈറ്റ് ഒക്കെ രാത്രിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല രസമായിരിക്കും. പിന്നെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു ബെഡ് എല്ലാം ഉണ്ട്. പിന്നെ ഫുൾ സ്റ്റോറേജ് ആണ് ഈ റൂമിന്റെ പ്രത്യേകത തന്നെ. ഒരുപാട് സ്റ്റോറേജ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡില് നോക്കിയേ ചെയ്തോട്ടെ, ഇവിടെ കണ്ട ഫുൾ റാക്ക് കണ്ട. അലമാര മേടിക്കൂല്ല ഇപ്പൊ ആരും, അലമാര വേണ്ട. ഒരു വിൻഡോ ബേ ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറം കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നമുക്കിങ്ങനെ ചാരി ഇരുന്ന് ഫോൺ നോക്കാം, ബുക്ക് വായിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാട്ടോ. ഭയങ്കര രസമാണ് കേട്ടാ. ഇനി അടുത്തത് ഇവിടെ ഉണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, എല്ലാ റൂമിലും ഉണ്ട് ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ. പിന്നെ ഇവിടെയും കബോർഡ് ഉണ്ട്. എല്ലാം വെക്കാം. ഇപ്പുറത്തുണ്ട്, കാരണം ഒരുപാട് ഡ്രസ്സസ് ഒക്കെ വെക്കാനൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ ഇവിടെ ഇതൊരു ഡ്രസ്സിങ് ഏരിയ പോലെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഒരുപാട് കബോർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഒരുപാട് കബോർഡുകൾ വെച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ. അതും ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഒരുങ്ങി നമുക്ക് പോകാനുള്ള സൗകര്യം പോലെയാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അതുപോലെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി വലിയ ബാത്റൂമാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്യാനുള്ളത് ഉണ്ട്, പക്ഷെ അവര് ചെയ്തിട്ടില്ല. കാരണം പണി കഴിയണുള്ളൂ, കുറച്ചും കൂടിയൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഈ വീടിന്റെ ഒരുവിധം എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ, ഏത് റൂമാണ് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന്. മിക്കവാറും ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കളയും, കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്ക് കാഴ്ചകൾ എന്തെങ്കിലും കാണണോ? ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കാണാലോ. വിശക്കണുണ്ട്. ഇതാണ് ആന്റി ചെയ്ത് പൈനാപ്പിൾ കൊടുക്കണേന്ന് കേട്ടോ. എന്നാ വീട്ടിൽ കൊണ്ടൊക്കോ. ഇതിന് മുള്ളില്ലെന്നാണ് പറയണത്. ശരിയാണ്. നല്ല മധുരവുമായിരിക്കും, അതുപോലെ തന്നെ നല്ല വെള്ളവുമായിരിക്കും എന്നാ പറഞ്ഞ ചാച്ച. മോനെ ഇവിടെ നിന്നോ, മോനെ ഇറങ്ങണ്ട കേട്ടാ.
ഇവിടെ ബാക്ക് സ്പേസ് കാണിച്ചില്ലല്ലോ. അപ്പൊ ഇതാണ് വീടിന്റെ പുറകിലത്തെ സ്ഥലോട്ടാ. ഇവിടെ ഈ 2-ാം തീയതി ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, എല്ലാരെയും വിളിച്ചിട്ടുള്ള. ഇതിപ്പോ ഫാമിലി മാത്രമുള്ളതാണ്. അപ്പൊ ഇവിടെ വെച്ചായിരിക്കും ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. താൽക്കാലികമായിട്ടുള്ള ഷീറ്റ് ഇടലാണ് കേട്ടാ. ഇത്രയും സ്പേസ് ഉണ്ട് ബാക്കില്. കാലുവേന എടുക്കുന്ന ചെരുപ്പിട്ടിട്ടില്ലല്ലോ. പിന്നെ ഇത് ഇവരുടെ തന്നെയാണ് കേട്ടാ. അവിടെ കുറെ കൃഷികളുണ്ട്. മുരിങ്ങയില, പ്ലാവ്, ചേന, പൈനാപ്പിള്, അങ്ങനെ ഇഷ്ടംപോലെ പയറ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് ഇവർ ഈ സ്ഥലം മേടിച്ചപ്പോ തന്നെ അതൊക്കെ ആദ്യമേ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കൊല, അപ്പുറത്തെ ആരുടെയോ കൊലയാണ്. പിന്നെ ഇതാണ് കേട്ടോ സൈഡ്. ഇത്രയും വരെയാണ് ബാക്ക് സൈഡ്. ഈ സൈഡാണ് അടുക്കള വന്നിട്ട്. എന്താ അപ്പൊ നല്ല ഏരിയയുള്ള സ്ഥലമാണ്. എന്നെ ഇടിക്കുവോ വണ്ടി? ഇത് ഫുഡ് കൊണ്ട് തന്നെ. ഇവിടെ ഇങ്ങനെ ബേബി മെറ്റൽ തന്നെ. പിന്നെ ഇവിടെ ഇങ്ങനെ ബഫല്ലോ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ഗാർഡൻ ചെയ്ത അവര് തന്നെ എന്താ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണത്. ഇതെല്ലാം അവരിനി ഒന്നും കൂടി വരുന്നാണ് പറഞ്ഞത്. ഇനിയും കുറച്ച് ചെടികളൊക്കെ വെച്ച് ഒന്നും കൂടി സെറ്റ് ആക്കാനുണ്ട്. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു പഴയ വീട്ടിലെ ചെടികളൊക്കെ അവര് തന്നെയാണ് സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അവര് തന്നെ പോട്ടിലാക്കി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ ഈ വീടിന്റെ എല്ലാം നിങ്ങളെ കാണിച്ചു എന്നാണ് എന്റെ വിശ്വാസം. പരമാവധി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരം ബൈ.